ബ്രിങ് ദം ഡൗൺ ക്രിസ്റ്റഫർ ആൻഡ്രൂസ് രചനയും സംവിധാനം നിർവഹിച്ച ക്രിസ്റ്റഫർ ആബട്ട്, ബേരി കിയോഗൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. അയർലൻഡിലെ ഒരു ഗ്രാമത്തിൽ രണ്ട് കുടുംബങ്ങളുടെ വൈരാഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് ഈ സിനിമ പറയുന്നത്. നായകൻ മൈക്കൽ ചെമ്മരിയാടുകളൊക്കെ വളർത്തുന്ന ഒരു കർഷകനാണ്. അയൽ കുടുംബമായിട്ട് അയാൾക്കൊരു പഴയകാല പ്രശ്നമുണ്ട്. ആടുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വഷളായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പടം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്ന ഒരു ആകാംക്ഷ തുടക്കം മുതൽ ഒടുക്കം വരെ പടത്തിൽ നിലനിർത്തുന്നുമുണ്ട്. നമ്മൾ ആ സ്ഥലത്ത് എത്തിയതുപോലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ കൂടി ആകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ സ്ക്രിപ്റ്റ് ആൻഡ് മേക്കിങ്ങിന്റെ മികവാണ്. ഒപ്പം നല്ല കിടുവായിട്ടുള്ള പെർഫോമൻസ്, നല്ല ക്യാമറ, മ്യൂസിക് ഒക്കെയും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ഭയങ്കര റോ ആയിട്ടുള്ള കാഴ്ചകളുള്ള ഒരു ത്രില്ലറാണ്. എല്ലാവർക്കും സഹിക്കാൻ കുറച്ച് പാടായിരിക്കും കണ്ടിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് മൃഗങ്ങളോടുള്ള ക്രൂരതയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ മനുഷ്യരെ ചെയ്യുന്നത് പോലെയല്ല, വളർത്തു മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് പേഴ്സണലി തീരെ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര പാടായിരുന്നു ചില സീൻസ്, അതുകൊണ്ട് എനിക്ക് കണ്ടിരിക്കാനായിട്ട്. ഇവർ ഈ മൃഗങ്ങളെ യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. ഒരു പട്ടി ഇങ്ങനെ ആടുകളെ മേയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അതുപോലെ അവനവന്റെ ആടുകളെ തിരിച്ചറിയാനായിട്ട് കളർ ചെയ്തേക്കുന്നത് ഒക്കെ. ക്രിസ്റ്റഫർ ആബട്ട് ആണ് മൈക്കൽ ആയിട്ട് വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അയാളുടെ ഉള്ളിൽ തന്നെ ഒരു ചെകുത്താനെ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയാം. ഒരു വെടിയേൽക്കുന്ന ഒരു സീനുണ്ട് ചെവിയുടെ ഭാഗത്തായിട്ട്. അവരത് എങ്ങനെ കാണിച്ചു എന്നുള്ളത് അത് ഭയങ്കര രസമായിരുന്നു. രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആയിരുന്നു. അതുപോലെ ജാക്കായിട്ട് വന്ന ബേരി കിയോഗൻ, പുള്ളിയെ അറിയാവുന്നവർക്കറിയാം, അന്യായ നടനാണ്. ഞാൻ ആദ്യം പുള്ളിയെ കില്ലിംഗ് ഓഫ് ദ സേക്രഡ് ഡിയർ എന്ന് പറയുന്ന പടത്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതില് ഉൾപ്പെടെ ഇഷ്ടംപോലെ പടത്തിൽ പിന്നെ പുള്ളിയുടെ റോളുകൾ കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് സോൾട്ട് ബേൺ വരെ. ഇതിലും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. നമുക്ക് നല്ല വെറുപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയാം. നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ആരാണ് വില്ലൻ, ആരാണ് നായകൻ എന്നൊരു ക്വസ്റ്റ്യൻ പ്രേക്ഷകരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സ്ക്രിപ്റ്റ്. പക്ഷെ ഞാൻ പേഴ്സണലി മൈക്കലിന്റെ കൂടെയായിരുന്നു. അയാൾ അത്ര നല്ലവനൊന്നും അല്ല, എങ്കിലും അയാളുടെ ഭാഗത്താണ് കുറച്ചുകൂടെ ന്യായമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന്റെ ക്യാമറയും ലൊക്കേഷനും ഒക്കെ കിടുവാണ്. ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ടത്, ഇതിന്റെ ക്യാമറ ചിലയിടത്ത് ഭയങ്കര ഷേക്കിയാണ്. ചില രാത്രികാല വിഷ്വലുകളും ചിലയിടത്ത് ഭയങ്കര ഇരുട്ട് പോലെ തന്നെ ഫീൽ ചെയ്തായിരുന്നു. സോ ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ കാഴ്ചയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു 80s ഉള്ളതുപോലെ ഭയങ്കര നോസ്റ്റാൾജിക് ആയിരുന്നു. സംവിധായകൻ ക്രിസ്റ്റഫർ ആൻഡ്രൂസിന്റെ ആദ്യത്തെ സിനിമയാണിത്. പുള്ളി തന്നെയാണ് ഇതിന്റെ രചനയും നിർവഹിച്ചിട്ടുള്ളത്. പടം കുറച്ച് സ്ലോ ബേണിംഗ് ആണ്. ഒരു ഭയങ്കര കൊമേഴ്സ്യൽ സ്റ്റൈലിലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പടം കാണാനായിട്ട്. പിന്നെ ഈ മൃഗങ്ങളോടുള്ള ബ്രൂട്ടലായിട്ടുള്ള ചില വയലൻസ്, ആ ഒരു ക്രൂരതകളൊക്കെ കാരണം കുറെ ആളുകൾക്ക് പടം കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തന്നെ ചില സീൻസ് ഒക്കെ പാടായിരുന്നു കാണാനായിട്ട്. ആഗമത്തിന്റെ ടോട്ടലിൽ ഒരു നല്ല ക്രൈം ഡ്രാമയാണ് ബ്രിങ് ദം ഡൗൺ. ഒരു ഇന്റൻസ് ആയിട്ടുള്ള റോ ആൻഡ് റെസ്റ്റിക് ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന് പറയാം. ഒപ്പം കുറച്ച് ഡിസ്റ്റർബിങ്ങും ആണ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഈ വർഷത്തെ അധികം ആൾക്കാർ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പടം മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും എത്തിയിട്ടില്ല. മൊബൈലായിരിക്കും പടം വരിക. പക്ഷെ പടം ഡീറ്റെയിലി അവൈലബിൾ ആണ്. ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. മൃഗങ്ങളോടുള്ള വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.